നമുക്കറിയാലോ കേരളത്തിൽ വലിയ വിവാദമായിരുന്നു, വലിയ സമരങ്ങൾ നടന്നതാണ്. നേരത്തെ തോമസ് ഐസക്കിൻ്റെ കാലത്താണ് കേരയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ പ്രഖ്യാപിക്കുന്നത്. വി എസ് സർക്കാരിൻ്റെ കാലത്ത് 2009, 2010 കാലഘട്ടത്തിലാണ്. പിന്നീട് അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തൊക്കെ തന്നെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോയി DMRC ആണ് DPR തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയത്. DMRC ആ പദ്ധതിയുടെ DPR തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ അത് അംഗീകരിച്ചു. അന്ന് ഏതാണ്ട് 1.1 ലക്ഷം കോടി രൂപയാണ് ആദ്യം പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിച്ചത്. പിന്നെ അത് 1.8 ലക്ഷം കോടി രൂപയായി. വലിയ ചെലവ് വരും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അപ്പോഴും ഈ പദ്ധതി പിൻവലിക്കുന്നതായി ഒരു സർക്കാരും പറഞ്ഞിട്ടില്ല. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ പദ്ധതിയുമായി ശക്തമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ വിഷയം ഉയർന്നത്, പാരിസ്ഥിതിക വിഷയം എന്ന് പറയുന്നത്. കേരളത്തെ ആകെ രണ്ടായി വെട്ടിമുറിച്ചുകൊണ്ടാണ് ഈ കേരയിൽ വരുന്നത്. ഇത് കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് യോജിച്ചതല്ല എന്ന് വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെട്ടു എങ്കിൽ പോലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെ സർക്കാർ തീരുമാനിച്ചു. ഇത് സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതിയായി ഉയർത്തി കാണിച്ചു. അങ്ങനെ അന്നത്തെ പ്രസ്താവനകളൊക്കെ പറഞ്ഞാൽ വളരെ രസകരമാണ്. നിങ്ങൾ അപ്പം ചുട്ട് ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് രാവിലെ പോയി അല്ലെങ്കിൽ കൊച്ചിയിൽ രാവിലെ പോയി അത് വിറ്റ് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞ മഹാന്മാരൊക്കെ തന്നെയുണ്ട്. അതായാലും അത് വലിയ വിവാദമായിരുന്നു, ഒരുപാട് പരിഹാസമായി, ഒരുപാട് ട്രോളുകളായി, അങ്ങനെയൊക്കെ. ഏതായാലും ഇത് കേരളത്തിന് യോജിച്ച പദ്ധതിയല്ല എന്ന് ഒരുപാട് പേർ പറഞ്ഞുവെങ്കിൽ പോലും കേരളയിൽ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞുള്ള പ്രസ്താവനകൾ ജനം തീർച്ചയായും അത് അംഗീകരിച്ചിട്ടില്ല. അത് വലിയ സമരമായി തുടർന്നു. അങ്ങനെ കേന്ദ്ര സർക്കാരും അതിനുള്ള അനുമതി നിഷേധിച്ചു. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2026 ബജറ്റിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്ന RRTS ആണ്. അതായത് കേരളയിൽ ഉപേക്ഷിച്ചു. പക്ഷേ അപ്പോഴും ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഓഫീസുകൾ അടച്ചുപൂട്ടിയിട്ടില്ല, അതിനുവേണ്ടി നിയോഗിച്ച ഉദ്യോഗസ്ഥരെ പിൻവലിച്ചിട്ടില്ല. അപ്പോൾ ഈ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ പിൻവലിച്ചിട്ടില്ല. മഞ്ഞക്കുറ്റികൾ അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരം എന്ന നിലയിൽ ഒരു പൊളിറ്റിക്കൽ മെസ്സേജാണ്, ഒരു രാഷ്ട്രീയ സന്ദേശം നൽകിക്കൊണ്ടാണ് ഇന്ന് VD സതീശൻ്റെ ഈ പ്രഖ്യാപനം ഉണ്ടായത്. തീർച്ചയായും അത് സ്വാഗതാർഹമാണ്.